എല്ലാരും സുഹൃത്തുക്കളുടെ ഒരു സിനിമയാണ്. ഡയറക്ടർ കൃഷ്ണൻ അങ്ങോട്ട് എല്ലാരും ഫ്രണ്ട്സും. അപ്പൊ ഈ കുട്ടിക്കാലം അവതരിപ്പിക്കാൻ അനീതിയുടെ മകളെ തന്നെ തെരഞ്ഞെടുത്തത് അത് ആരുടെ ഐഡിയ? അത് പ്രശാന്തിന്റെ ഐഡിയ ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ കുട്ടികളെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കുട്ടിക്കാലം ചെയ്യാൻ. അന്നേരത്തെ കുട്ടിയുടെ ഏജ് പറഞ്ഞ അത് ഇതിന് സെക്കൻഡ് കോവിഡ് കഴിഞ്ഞ് മൊത്തത്തിൽ ഓപ്പൺ ആവുന്നതിന് മുമ്പേ തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ ബ്രേക്ക് ചെയ്തു സിനിമ, കാരണം കൊച്ചിനെ അന്വേഷിച്ച് കിട്ടാതെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കിങ്ങിണി എന്ന് വിളിക്കുക, അവളെ ഇഷിക, അവളുടെ ലാൻഡ് ചെയ്തത്. അപ്പോ എവിടെയൊക്കെയോ എന്റെ ഒരു ഫീച്ചേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിയാണ്, എന്തൊക്കെയോ പ്രത്യേകത ഇതൊന്നും പറയാൻ പാടില്ല. അത് നമ്മൾ ഈ കോവിഡിന്റെ സമയം അവൾക്കൊരു 2.5 years ആയ സമയം 19. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ഇവൾക്ക് ടോയ്സ് കൊടുക്കുന്ന ആവശ്യത്തിന് കൊടുക്കും. പിന്നെ അതുപോലെ മിഠായി, ചോക്ലേറ്റ്സ്, അതിനൊക്കെ പകരം നമ്മൾ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബുക്സോ പസിൽസോ. അപ്പൊ പസിൽസൊക്കെ അവള് ഈസി ആയിട്ട് സോൾവ് ചെയ്തിരുന്നു. അപ്പൊ ആ ടൈമിൽ തന്നെ അവള് മാപ്പ് വർക്ക് ചെയ്തിരുന്നു. പിന്നെ 195 കൺട്രീസിന്റെ മൊത്തം ഫ്ലാഗ് അവൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ അവൾ ഈസി ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അവള് ക്യാച്ച് ചെയ്ത് പോകുന്നുണ്ട്. അവള് എന്റെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് കുറവായിരുന്നു. അവൾക്ക് ബേസിക് ഐഡിയാസ് കൊടുത്തു കഴിഞ്ഞാൽ അവള് അല്ല ഒരു 2.5 years മുതൽ നമ്മൾക്കത് മനസ്സിലായി. പിന്നെ അവള് വേഗം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടപ്പോ പിന്നെ എനിക്കും ഒരു ടിപ്പിക്കൽ പാരന്റിങ് എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഇവളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്നാണെങ്കിലും നമ്മള് മനസ്സിലാവുമല്ലോ. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്നാ നമുക്ക് അവൾക്ക്, പിന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ആയിട്ട് കുറച്ച് പേരും ചേച്ചി എല്ലാവരും പറഞ്ഞു നമുക്ക് ഹോം സ്കൂളിങ് കൊടുത്തു നോക്കാം. അപ്പൊ ആ സമയത്താണ് എനിക്ക് ഹോം സ്കൂളിങ്ങിനെ കുറിച്ചിട്ട്, നോർമൽ സ്കൂളിംഗ് അല്ലാണ്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു. ഇല്ല. അപ്പൊ ഇത് ഞാൻ അങ്ങനെ കൂടുതൽ ഗവേഷണം അതൊന്നും ചെയ്തിട്ടില്ല. എന്റെ മനസ്സില് എന്നും സ്കൂളിലേക്ക് പറഞ്ഞയച്ച് അവിടുത്തെ കാര്യങ്ങള് ടീച്ചേഴ്സ് നോക്കി അങ്ങനെ അല്ലാണ്ട് നമ്മൾക്ക് ഇവർക്ക് വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ ജോലിയും നമ്മുടെ കാര്യങ്ങളും നമ്മൾ മാറ്റി വെക്കുമ്പോൾ അത് ഒരു കുട്ടീനെ ഒരു ആസ് എ പേഴ്സൺ എന്റെ അണ്ടറിൽ വേണ്ട ഒരാളല്ല, ഒരു ഇൻഡിവിജ്വൽ ആണല്ലോ. അപ്പൊ ആ ഒരു ഇൻഡിവിജ്വലിനുള്ള എല്ലാ റെസ്പെക്റ്റും കൊടുത്തുകൊണ്ട് ആ ഒരു സ്പേസ് അവൾക്ക് എന്നും അത് ഞാൻ കൊടുക്കണ്ടല്ലോ. എന്റെ മകളാണെന്ന് കരുതിയിട്ട് എന്റെ ഒരു പറഞ്ഞാൽ അതല്ലല്ലോ. അവളൊരു സ്പെഷ്യൽ, അവർ സെപ്പറേറ്റ് ഒരു ഇൻഡിവിജ്വൽ ആണ്. ആ ഒരു ഇൻഡിവിജ്വൽ സ്പേസ് അവൾക്ക് കൊടുക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം ഉണ്ടായിരുന്നു.